ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് ആണ് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, PSC എക്സാമിൽ LDCയെ സംബന്ധിച്ചിടത്തോളം 10 മാർക്കുണ്ട് ഇംഗ്ലീഷിന്. ആ 10 മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് ബൗൺസിങ് ക്വസ്റ്റ്യനുള്ള ഭാഗമാണ് ഈ ഇംഗ്ലീഷ്. നമ്മൾ പലപ്പോഴും പേടിച്ച് മാറ്റി വയ്ക്കും. ബൗൺസിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് കഴിഞ്ഞ ഒരു 20 വർഷക്കാലത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്താൽ മികച്ച മാർക്കുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഓരോ ടോപ്പിക് വൈസ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെയുള്ള ഗൈഡുകളൊക്കെ വിപണിയിൽ ധാരാളം ലഭ്യമാണ്. ഇപ്പം കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മാത്രമല്ല, ഞാൻ പറയുമ്പോൾ ഏതൊരു ചോദ്യപേപ്പറിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാം പാറ്റേൺ നമുക്ക് മനസ്സിലാവും, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വെറുതെ കുറേ റൂൾസും കുറേ കാര്യങ്ങളും വെച്ച് പഠിക്കാതെ ഒരു ചോദ്യം, ഒരു ഇംഗ്ലീഷ് ചോദ്യം, മുൻകാല ചോദ്യം, അതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷനുള്ള രീതിയിലാവണം നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. ഇങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സ്പീഡും അക്യൂറസിയും ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോഴ്സ്, വിൻഡോജുവിൻ്റെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചൊന്ന് പറയാം. 2053 രൂപയേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചുകൊണ്ടുള്ള സൊല്യൂഷൻസ് അതിൻ്റെ പ്രത്യേക ഭാഗമാണ്. ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യും. നമ്മൾ SCRT സിലബസ് മുഴുവൻ കവർ ചെയ്യുന്നുണ്ട്, ആവശ്യമായിട്ടുള്ളത് ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ പരമാവധി മുൻകാല ചോദ്യങ്ങൾ, ഈ അടുത്ത് വരുന്ന ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ട്രെൻഡ് എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ PYQ ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ഫ്രം 2000 ഓൺവേർഡ്സ് നമ്മളതിൽ കവർ ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതിനൊക്കെ സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ട്. വീഡിയോ ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, നോട്ട്സ് ഉണ്ട്, അൺലിമിറ്റഡ് മോക്ക് എക്സാംസ് ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റ്സ് ഉണ്ട്, റെഗുലർ റിവിഷൻ ഉണ്ട്. ഇപ്പോൾ 1.5 വർഷത്തേക്ക് 2053 രൂപ. അപ്പോൾ എല്ലാവരും ചോദിക്കുക, LDC LGS 2024 എന്തിനാ 1.5 വർഷത്തേക്ക്, ഇനി 6 മാസമല്ലേ ഉള്ളൂ. എനിവേ, ഈ LDC LGS നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഇനിയും നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ട്, പലതരത്തിലും 10th ലെവൽ. അപ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ ഞാൻ പഠിക്കുമെന്നുള്ള ശ്രമത്തോടു കൂടിയാണ് നിങ്ങളിതിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണ്. തുടക്കക്കാരാണ്, അതല്ല അത്യാവശ്യം നന്നായി പഠിച്ചു എന്നാണ്ട് കംപ്ലീറ്റ് ആയിട്ടായിട്ട് എത്തിയിട്ടില്ല. മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഒരുപാട് എന്ത് തരും, കോൺഫിഡൻസ് തരും. കാരണം ഈ എക്സാം കഴിഞ്ഞാലും ഇനി എനിക്ക് മറ്റൊരു എക്സാം ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ മടി പിടിച്ചിരിക്കാനും പോകുന്നില്ല. കാരണം ഇതിൽ തന്നെ ക്രാക്ക് ചെയ്തേക്കാം. ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു അപ്രോച്ചിൻ്റെ വ്യത്യാസം നോക്കൂ. ഇപ്പോൾ ഏതൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായി പരിശ്രമിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 1.5 വർഷം സ്ഥിരമായി ഒരു 3 മണിക്കൂർ, 2 to 3 മണിക്കൂർ പഠിച്ചാൽ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേസമയം ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ധാരാളം പഠിക്കും, ചിലപ്പോൾ ഇത് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൽ എക്സ്പ്ലനേഷനുമാണ്. ദ ഷോപ്പ് കീപ്പർ എലോങ് വിത്ത് ഹിസ് ഹെൽപ്പേഴ്സ് ഡാഷ് ദ ഷോപ്പ് അറ്റ് 10 o'clock എവറി ഡേ. ഇവിടെ എന്താണ് വരിക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എവറി ഡേ എന്ന് പറയുന്ന ഒരു കീവേഡ് നിങ്ങൾ കണ്ടോ? ഈ എവറി ഡേ, എവറി ഇയർ, എവറി വീക്ക് ഇതൊക്കെ വരുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ് വരിക. എന്താ വരിക? സിമ്പിൾ പ്രസൻറ്റ്. എന്താണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം? സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം V1 or S ഫോം ആണ്. അതായത് ഒരു വെർബിന് 5 ഫോം ഉണ്ട്. ഇപ്പോൾ പ്ലേ എന്നുള്ള വെർബ് എടുക്കുകയാണെന്ന് വെച്ചാൽ പ്ലേ ഫസ്റ്റ് ഫോമാണ്, പ്ലേയിഡ് സെക്കൻഡ് ഫോമാണ്, പ്ലേയിഡ് തന്നെയാണ് തേർഡ് ഫോം. അതുകൂടാതെ അതിനൊരു S ഫോം ഉണ്ട്, പ്ലേസ്. അതുകൂടാതെ അതിന് ഒരു ING ഫോം ഉണ്ട്, പ്ലേ. ഇങ്ങനെ 5 ഫോമുകളാണ് എന്തിന് വരിക? ഒരു വെർബിന് വരിക സാധാരണയായിട്ട്. പക്ഷെ ഇപ്പോൾ ബി എന്നുള്ള വെർബ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് ഫോം ഉണ്ട്. ഈസ്, ആമ്, ആറ്, വാസ്, വേറ്, ബീയിങ്, ബീൻ തുടങ്ങിയ ഒരുപാട് ഫോമുകളുണ്ട്. ബാക്കി സാധാരണ വെർബുകൾക്ക് എത്ര ഫോംസാണ് വരാറ്? സാധാരണയായി 5 ഫോമുകളാണ് വരാറ്. പക്ഷേ അവിടുത്തെ ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ V1 or S ഫോം മാത്രമാണ് ആ ടെൻസിന് ഉപയോഗിക്കുക. വേറെ ആരും വേണ്ട V1 or S ഫോം. അതായത്
ഇപ്പോൾ ഇവിടെ ടെൻസ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ V1 ഫോമാണ് പ്ലേ, എസ് ഫോമാണ് പ്ലേസ്. അത്രയും ഓർത്ത് വയ്ക്കുക. പ്ലേഡ് എന്നോ പ്ലേയിങ് എന്നോ അല്ലെങ്കിൽ ഈസ്, ആം, ആർ, ഹാസ്, ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ് ഒന്നും തന്നെ അവിടെ വരില്ല. ആ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഒന്നില്ലെങ്കിൽ പ്ലേ അല്ലെങ്കിൽ പ്ലേസ്. ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ്. ഇതാണ് സിമ്പിൾ പ്രസൻറ്റിൽ വെർബിൻ്റെ ഫോം. എന്താ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങൾ, റെഗുലറായി നടക്കുന്ന കാര്യങ്ങൾ. ഇന്നലെ തന്നെയാണ് നടന്നത്, ഇന്നു തന്നെയാണ് നടന്നത്, നാളെയും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ദ ഷോപ്പ് കീപ്പർ എലോങ് വിത്ത് ഹിസ് ഹെൽപ്പേഴ്സ് ഡാഷ് ദ ഷോപ്പ് അറ്റ് 10 o'clock എവറി ഡേ. എല്ലാ ദിവസവും 10 മണിക്ക് ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. പതിവാണ്. ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ തന്നെ നടക്കാൻ പോകുന്നത്. പതിവായി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ സിമ്പിൾ പ്രസൻറ്റിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ എവരിഡേ എന്നുള്ള വാക്ക് വന്നുകൊണ്ട് ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ആ കീവേഡ് മനസ്സിലായല്ലോ. ഇപ്പം നൗ എന്നാണ് വരുന്നതെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ്. ഇപ്പോൾ ഒരു ആക്റ്റീവ് വോയിസിൽ ഒരു നൗ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അവിടെ നമുക്ക് ഉറപ്പിക്കാം ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ് വരിക. പക്ഷെ അവിടെ എവരിഡേ എന്ന് പറയുന്ന കീവേഡ് വരുന്നത് കൊണ്ട് ഇത് സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും V1 ഓർ S ഫോം. ഇനി എന്താണ് ഈ V1 ഓ S ഫോമോ തിരഞ്ഞെടുക്കാനുള്ള കാരണം? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ S ഫോം എടുക്കണം, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ V1 ഫോം എടുക്കണം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആരാ? രണ്ടാളുകളുണ്ട്, ഷോപ്പ് കീപ്പറും ഉണ്ട്, ഹെൽപ്പേഴ്സും ഉണ്ട്. ഈ രണ്ടാളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആക്ഷൻ ചെയ്യുന്നത് ആരാ? ഈ ഷോപ്പ് തുറക്കുന്നത് ആരാ? ഷോപ്പ് കീപ്പറും ഹെൽപ്പേഴ്സും, രണ്ടാളുണ്ട്. അതിനെ എലോങ് വിത്ത് എന്ന് പറയുന്ന ഒന്നുകൊണ്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ എലോങ് വിത്ത് കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുമ്പോൾ വെർബ് എഗ്രി ചെയ്യേണ്ടത് രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ്. ഇവിടെ രണ്ട് സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ. ഏതൊക്കെയാ? ഷോപ്പ് കീപ്പറും ഉണ്ട്, അതുപോലെ ഉണ്ട് ഹെൽപ്പേഴ്സും ഉണ്ട്. ഇവിടുത്തെ വെർബ് എഗ്രി ചെയ്യേണ്ടത് രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ് എലോങ് വിത്ത് വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഹെൽപ്പേഴ്സ് ആണ്. ഹെൽപ്പേഴ്സ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? സോറി, രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ. സോറി, എലോങ് വിത്ത് വെച്ച് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റുമായിട്ട് അഗ്രി ചെയ്യേണ്ടത് അവിടെ ഷോപ്പ് കീപ്പറാണ്. ഷോപ്പ് കീപ്പർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒരാളേ ഉള്ളൂ. അപ്പൊ ഷോപ്പ് കീപ്പർ. അതുകൊണ്ട് തന്നെ അവിടെ പ്ലൂരൽ വേണം, അല്ല സോറി സിംഗുലർ ഫോം വേണം, സിംഗുലർ S ഫോം വേണം. S ഫോം എന്ന് പറഞ്ഞാൽ ഓപ്പൺസ് ആണ്. കിട്ടിയില്ലേ? സിമ്പിൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പൊ ഈ എലോങ് വിത്ത്, വിത്ത്, അക്കമ്പനീഡ് ബൈ, ആസ് വെൽ ആസ്, ബിസൈഡ്സ്, നോട്ട്, ഇതെല്ലാം വരുമ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് എഗ്രി ചെയ്യേണ്ടത് ആദ്യത്തെ ആളുമായി, അല്ല വെർബ് എഗ്രി ചെയ്യേണ്ടത് ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ്. അടുത്ത ചോദ്യം, ഐ ബിലീവ് ദാറ്റ് എവരി വൺ ഇൻ ദ കൺട്രി ഡാഷ് എ റോൾ ടു ഡു. ഓക്കെ, ഐ ബിലീവ് ദാറ്റ് എവരി വൺ ഇൻ ദ കൺട്രി ഡാഷ് എ റോൾ ടു ഡു. ഇത് ഇയാളുടെ ഒരു വിശ്വാസമാണ് അല്ലേ? ഇവിടെ ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഹാവിങ് ഉണ്ട്. ഏതാ വരിക എന്നുള്ളതാണ് ചോദ്യം. ഇത് എന്ത് ടെൻസിലാണെന്ന് ആദ്യം ആലോചിച്ച് നോക്കുക. ഇത് സിമ്പിൾ പ്രസൻറ്റിലാണ്. അയാളുടെ വിശ്വാസമാണ്. ഇതൊരു ജനറൽ ട്രൂത്താണ്, അല്ലെങ്കിൽ ഒരു പൊതു തത്വമാണ്. അങ്ങനെയുള്ള പൊതു തത്വങ്ങൾ, വിശ്വാസങ്ങളൊക്കെ തന്നെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിലാ പറയാം. സിമ്പിൾ പ്രസൻറ്റിന്റെ ഫോം എന്താ? സിമ്പിൾ പ്രസൻറ്റിന്റെ ഫോം V1 ഓർ S ഫോം ആണ്. ഇവിടെ വരുന്ന വെർബ് എന്ന് പറഞ്ഞാൽ ഹാവ് ആണ്. ഈ ഹാവും ഹാസും ഒക്കെ, ഹാവും ഹാസും ഹാഡും ഒക്കെ മെയിൻ വെർബായിട്ട് വരും, ഹെൽപ്പിംഗ് വെർബായിട്ട് വരും. മറ്റൊരു ക്ലാസ് പറയാം. എന്തായാലും ഇവിടെ മെയിൻ വെർബാണ്. മെയിൻ വെർബാവുമ്പോൾ അതിൻ്റെ V1 ഫോം ഹാവ് ആണ്, S ഫോം ഹാസ് ആണ്. ഇനി ഇതിൽ ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ ഹാഡ് വരില്ല, ഹാവിങ് വരില്ല. കാരണം ഇതൊരു ജനറൽ ട്രൂത്ത് ആണ്. ജനറൽ ട്രൂത്ത്, റെഗുലർ ഹാബിറ്റ്സ്, റിപ്പീറ്റഡ് ഇവൻറ്റ്സ്, ഇതൊക്കെ തന്നെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം V1 അല്ലെങ്കിൽ S ഫോം ആണ്. അപ്പൊ ഇനി ഇവിടെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കണം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എവരി വൺ ആണ്. ഈ വെർബ് എന്തുമായി ബന്ധപ്പെട്ടതാ? എവരി വൺ, എല്ലാവർക്കും. അവനവൻ്റെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു റൂളുണ്ട്, അവരുടെ ഒരു കടമയുണ്ട്. എവരി വണ്ണിനെ കുറിച്ചിട്ട്, എന്നെ കുറിച്ചിട്ട് അല്ല പറയുന്നത്. ഐ ബിലീവ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഈ
വെർബിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സബ്ജക്റ്റ് എവരി വൺ ആണ്. എവരി വൺ എപ്പോഴും സിംഗുലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരിക എവരി വൺ ഹാസ് എന്നാണ്. ഓക്കെ, ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെയ്തർ ഓഫ് ദ ബോയ്സ്, ഇവിടെ നെയ്തർ ഓഫ് ദ ബോയ്സ് ഡാഷ് ലെഫ്റ്റ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നെയ്തറും എയ്തറും എപ്പോഴും സിംഗുലർ വെർബാണ് എടുക്കുക. നെയ്തറും എയ്തറും എപ്പോഴും എടുക്കുക എന്താണ്? സിംഗുലർ വെർബായിട്ടാണ് എടുക്കുക. സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നെയ്തർ എന്ന് വന്നു കഴിഞ്ഞാൽ സിംഗുലർ ആയിരിക്കണം. ഇവിടെ ബോയ്സ് കണ്ടിട്ട് നിങ്ങൾ അതിനെ പ്ലൂറലാക്കി എടുക്കണ്ട. നെയ്തറും എയ്തറും വന്നാൽ അവിടെ സിംഗുലർ ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ അവിടെ നമുക്കറിയാം സിംഗുലർ, ആറ് സിംഗുലർ അല്ല, ഹാവ് സിംഗുലർ അല്ല. പിന്നെ ബീയിങ് ഒറ്റയ്ക്ക് വരില്ല. ബീയിങ് വരുമ്പോ വേറെ എന്ത് വരണം? ഹെൽപ്പിംഗ് വെർബൊക്കെ വരണം. ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് ഒക്കെ വരുള്ളൂ. അതുകൊണ്ട് ഈസും ആമും ആറും ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ബീയിങ്ങും വരില്ല. പിന്നെ സിംഗുലർ ആയിട്ട് കിടക്കുന്നത് ഹാസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹാസ് ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി നെയ്തർ ദ ഫുഡ് നോർ വാട്ടർ ടു ബി ഫൗണ്ട് ഡാഷ് ദ. ഇതാണ് അടുത്ത വരുന്നത്. നെയ്തർ ഫുഡ് നോർ വാട്ടർ ടു ബി ഫൗണ്ട് ദ. നെയ്തർ ഫുഡ് നോർ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് ദർ ആട്ടോ. അവിടെ എല്ലാ ഡാഷ്, ഇവിടെയാണ് ഡാഷ്. ഇങ്ങനെ വരുമ്പോൾ നെയ്തർ നോറ് ശ്രദ്ധിച്ചോളൂ, ഓറ്, നോറ്, എയ്തർ ഓറ്, നെയ്തർ നോറ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇതെല്ലാം വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. ആരുമായിട്ട്? സെക്കൻഡ് സബ്ജക്റ്റ്. അതേസമയം നേരത്തെ നമ്മൾ പഠിച്ചത് ഓർ, ഇവിടെയുണ്ട് ഓർ, ഇവിടെയുണ്ട് ഓർ, ഇവിടെയുണ്ട് ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോയിൽ മാത്രമേ ഓറില്ലാത്തത്. ഇതൊക്കെ വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ്. എന്നാൽ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ട് അഗ്രി ചെയ്യേണ്ടത് എപ്പോഴാ? എലോങ് വിത്ത്, വിത്ത്, അക്കമ്പനീഡ് ബൈ, ആസ് വെൽ ആസ്, ബിസൈഡ്സ്, നോട്ട്. ഇത് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യുക. അപ്പൊ ഇവിടെ നെയ്തർ ഫുഡ് നോർ വാട്ടർ ടു ബി ഫൗണ്ട്, സോറി ഇവിടെയാണ് ഡാഷ്, ഇവിടെ ഡാഷ് ഇല്ല, ഡാഷ് ടു ബി ഫൗണ്ട്. ഇവിടെ നെയ്തർ നോർ ആവുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ്. ഇവിടെ വാട്ടർ ആണ് സെക്കൻഡ് സബ്ജക്റ്റ്. വാട്ടർ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, എണ്ണാൻ പറ്റില്ല. എണ്ണാൻ പറ്റാത്ത നൗണിനോടൊപ്പം സിംഗുലർ വെർബേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് വേണം ഇവിടെ സിംഗുലർ വേണം. അതുകൊണ്ട് വേറും ആറും പറ്റില്ല. പിന്നെ ബി പറ്റില്ല. ഇപ്പൊ വിൽ ബി, ഷാൽ ബി, ഇങ്ങനെ വില്ലിനോടൊക്കെ ഒപ്പാണ് ബി സാധാരണയായിട്ട് വരിക. അങ്ങനെ വില്ലും ഷാളും ഒന്നും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബിയും പറ്റില്ല. ദെൻ വാസ് ആണ് കറക്റ്റ് ആൻസർ. അത് കറക്റ്റുമാണ്. വാട്ടർ ടു ബി വാസ് ടു ബി ഫൗണ്ട്, അതാണ് അവിടെ കറക്റ്റ് ആൻസർ വരിക. അതുകൊണ്ട് അവിടെ വാസ് ആണ് അവിടെ കറക്റ്റ് ആൻസർ. എയ്തർ മൈ ഫാദർ ഓർ മൈ മദർ ഡാഷ് കമ്മിങ് ടു ദ മീറ്റിംഗ്. ഇവിടെ എയ്തർ ഓർ ആണ്. ഞാൻ പറഞ്ഞിട്ട് എയ്തർ ഓർ, നെയ്തർ നോർ അല്ലേ, ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇതെല്ലാം വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ മൈ മദർ ആണ് വരുന്നത്. സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ് വരുന്നത്? മൈ മദർ, സിംഗുലർ ആണ്. മൈ മദർ സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ആവണം. അതുകൊണ്ട് ആറ് പറ്റില്ല, ഹാവ് പറ്റില്ല. പിന്നെ ഈസ് പറ്റും. ഈസിന് ശേഷം വെർബിന്റെ ING ഫോം ആണ് വെറും ചിരിക്കുന്നത്, കറക്റ്റ് ആണ്. അതുകൊണ്ട് ഈസ് കമ്മിങ് ടു ദ മീറ്റിംഗ്. മെനിയെ മിക്കിൾ ഡാഷ് എ മക്കിൾ. മെനിയേക്ക് ശേഷം മെനിയെ, അതിനുശേഷം വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. മെനിയേക്ക് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. മെനിക്ക് ശേഷം വരുന്ന വെർബ് പ്ലൂരൽ ആയിരിക്കണം. മെനിയയും ഒരേ അർത്ഥമാണ്, ഒക്കെ ധാരാളം എന്നുള്ള അർത്ഥം. മെനിയയ്ക്ക് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. മെനിക്ക് ശേഷം വരുന്ന വെർബ് പ്ലൂരൽ ആയിരിക്കണം. ഇവിടെ മെനിയെ ആയതുകൊണ്ട് സിംഗുലർ ആണ്. അതുകൊണ്ട് മെയ്ക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഇത് എന്താണ്? ഒരു പഴഞ്ചൊല്ലാണ്. അതൊക്കെ ഒരു പൊതു തത്വമാണ്. അങ്ങനെ വരുന്നതൊക്കെ സിമ്പിൾ പ്രസന്റിലാണ് പറയുക. അതുകൊണ്ട് മെയ്ക്കിങ്ങോ മെയ്ഡോ പറ്റില്ല. എന്തേ പറ്റുള്ളൂ? മെയ്ക്സ്. എന്തുകൊണ്ടുകൂടെ മെയ്ക്സ് വന്നു? മെനിയേക്ക് ശേഷം സിംഗുലർ വെർബേ പറ്റുള്ളൂ. അതുകൊണ്ട് മെയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് മെയ്ക്സേ പറ്റുള്ളൂ. ഈ മച്ചും മെനിയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മച്ച് അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പാണ് ചേർക്കുക.
അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം ഇപ്പം ജ്യൂസ്, റൈസ് ഒക്കെ അൺകൗണ്ടബിളാണ്, നമ്മളിങ്ങനെ എണ്ണി എടുക്കാറുണ്ട്. പേഷ്യൻസ് വികാരങ്ങൾ, അല്ലെങ്കിൽ ഹാപ്പിനെസ് വികാരങ്ങൾ, ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റില്ല. അങ്ങനെ എണ്ണാൻ പറ്റാത്ത നൗണിനൊപ്പമാണ് മച്ച് എടുക്കുക. ഇപ്പം മച്ച് ജ്യൂസ്, മച്ച് റൈസ്, മച്ച് പേഷ്യൻസ്, മച്ച് ഹാപ്പിനെസ് എന്നേ പറയുള്ളൂ. ധാരാളം എന്നുള്ള അർത്ഥത്തിൽ അവിടെ മെനി ഉപയോഗിക്കില്ല. അപ്പം അൺകൗണ്ടബിളിൻ്റെ ഒപ്പം നമ്മൾ ഉപയോഗിക്കുക മച്ചാണ്. എന്നാൽ കൗണ്ടബിൾ നൗൺ ഇപ്പം ബുക്സ്, ഐഡിയാസ്, ലീവ്സ്, ഷൂസ്, അതിൻ്റെ ഒപ്പം മെനിയാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം അത് ഓർത്ത് വയ്ക്കുക, മച്ചും മെനിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം മിൽക്ക് അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് മച്ച് മിൽക്ക് എന്നാണ് അവിടെ വന്നത്. ടൈം അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് മച്ച് ടൈം എന്നാണ് വന്നത്. സ്റ്റഫ് അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് മച്ച് സ്റ്റഫ് എന്നാണ് വന്നത്. അതേസമയം റോസസ് പ്ലൂരൽ ആണ്, അവിടെ കൗണ്ടബിൾ ആണത്, അപ്പം മെനിയാണ് വന്നത്. ഓക്കെ, മൂവീസ് കൗണ്ടബിൾ ആണ്, അതുകൊണ്ട് മൂവിയാണ് വന്നത്, മെനിയാണ് വന്നത്. തിങ്സ് കൗണ്ടബിൾ ആണ്, അതുകൊണ്ട് മെനിയാണ് വന്നത്. അപ്പോൾ കൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം മെനിയും അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പം മച്ചും സാധാരണയായി ധാരാളം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇനി മെനിയെ, മെനിയേൻ, ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ധാരാളം എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഒരു സിംഗുലർ നൗണിനെ എടുക്കുക. മെനിയേക്ക് ശേഷം ഒരു സിംഗുലർ നൗൺ ആയിരിക്കും, ഒരു സിംഗുലർ വെർബും ആയിരിക്കും. മെനിക്ക് ശേഷം ഒരു പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കും. ഇപ്പൊ നോക്കൂ, മെനി എ ഇയർ എന്നേ പറയുള്ളൂ, മെനി എ ഇയേഴ്സ് എന്ന് പറയില്ല. മെനി എ ടൈം, മെനി എ പൊളിറ്റീഷ്യൻസ് എന്ന് പറയില്ല. മെനി എക്ക് ശേഷം ഒരിക്കലും നമ്മൾ സിംഗുലർ, എല്ലായ്പ്പോഴും നമ്മൾ സിംഗുലർ നൗണും സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പം മെനിയെ കൺവിൻസ് ചെയ്യുന്നത് എന്താണ്? ലാർജ് നമ്പർ ഓഫ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മെനി കൗണ്ടബിൾ പ്ലൂരൽ നൗൺസിനോടൊപ്പാണെങ്കിൽ മെനിയെ സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ ഒപ്പാണ്. എന്നിട്ടോ സിംഗുലർ വെർബൻ എടുക്കും, മെനിയുടെ ഒപ്പം പ്ലൂരൽ വെർബായിരിക്കും. ഇപ്പോൾ നോക്കൂ, മെനി സോൾജിയേഴ്സ്, മെനിക്ക് ശേഷം പ്ലൂരൽ നൗൺ വന്നു, മറ്റേ അവിടുത്തെ വെർബും പ്ലൂരലായി, വേറാണ് വന്നത്. അതേസമയം മെനി എ സോൾജിയർ വരുമ്പോഴേക്കും എന്തായി? വേർ വാസായി. അവിടുത്തെ വെർബ് സിംഗുലർ ആയിരിക്കണം, നൗണും സിംഗുലർ ആയിരിക്കണം, ഓർക്കുക. അപ്പം മെനിയും മെനി എയൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. ദ ഗേൾസ് ആസ് വെൽ ആസ് ദെയർ ടീച്ചേഴ്സ് ഡാഷ് ലെഫ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ആസ് വെൽ ആസ് വെച്ച് വരുമ്പോൾ ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, എലോങ് വിത്ത്, അക്കമ്പനീഡ് ബൈ, ബിസൈഡ്സ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒന്നുകൊണ്ട് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് അഗ്രി ചെയ്യേണ്ടത് ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ്. അപ്പോൾ ഇവിടെ ദ ഗേൾസ് പ്ലൂരലാണ്, അതുകൊണ്ട് തന്നെ ഈസ് പറ്റില്ല. എന്ത് പറ്റില്ല? ഈസ് പറ്റില്ല. പിന്നെയുള്ളത് ആരൊക്കെ? ഹാസ് പറ്റില്ല, വാസ് പറ്റില്ല, കാരണം ഇതൊക്കെ സിംഗുലറാണ്. എന്നാൽ ഹാവ് പ്ലൂരലാണ്, സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാവ് ആണ്. ദ ഗേൾസ് ആസ് വെൽ ആസ് ദെയർ ടീച്ചർ ഹാവ് ലെഫ്റ്റ്, ഗേൾസുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത്. ആൾ ദ കേക്ക് ഡാഷ് ഓൺ ദ ഫ്ലോർ, ഇവിടെ കേക്കുമായി ബന്ധപ്പെട്ടതാണ്. കേക്ക് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? അൺകൗണ്ടബിൾ ആണ്. നമ്മൾ 4 കേക്ക് 5 കേക്ക് എന്ന് പറയണ, കേക്കിനെ മൊത്തം പറയുന്ന പേരാണ് കേക്ക് എന്ന് പറയുന്നത്. അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ സിംഗുലർ വെർബേ പറ്റുള്ളൂ. അപ്പൊ ആറ് പറ്റില്ല, വേറ് പറ്റില്ല. വിൽ ബി എന്ന് പറഞ്ഞാൽ ഒരു ഇച്ഛാശക്തിനെയാണ് കാണിക്കുന്നത്, അത് അവിടെ തന്നെ വേണമെന്ന്. അങ്ങനെ പറയില്ലല്ലോ, കേക്കൊക്കെ ആ ഫ്ലോറിൽ പരന്ന് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ പിന്നെ എന്തേ ഉള്ളൂ? സിംഗുലറായ ഒന്ന് ഈസേ ഉള്ളൂ. സം കോമൺ അൺകൗണ്ടബിൾ നൗൺസിനെ ഓർത്തു വെച്ചോളൂ. ഷുഗർ അൺകൗണ്ടബിൾ ആണ്, വികാരമായിട്ടുള്ള ലവും അൺകൗണ്ടബിൾ ആണ്. മിൽക്ക് അൺകൗണ്ടബിൾ ആണ്, വാട്ടർ അൺകൗണ്ടബിൾ ആണ്, മിൽക്കിനൊപ്പമുള്ള ബട്ടറും അൺകൗണ്ടബിൾ ആണ്. ലവും ഹാപ്പിനെസ്സും വികാരങ്ങൾ, പവറും പേഷ്യൻസും, അഡ്വൈസ് അൺകൗണ്ടബിൾ ആട്ടോ, ഗ്രാമർ അൺകൗണ്ടബിൾ ആണ്, എഡ്യൂക്കേഷൻ അൺകൗണ്ടബിൾ ആണ്, വാട്ടറും ഇലക്ട്രിസിറ്റിയും മണിയും അൺകൗണ്ടബിൾ ആണ്. ഇതിനോടൊക്കെ ഒപ്പം സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, സിംഗുലർ ഫോം ഓഫ് ദ വെർബ്. ന്യൂസ് അൺകൗണ്ടബിൾ ആണ്, കോഫി ഓർത്തു വെക്കണേ അൺകൗണ്ടബിൾ ആണ്, വർക്ക് അൺകൗണ്ടബിൾ ആണ്, അതുപോലെ തന്നെ സാൻഡ് അൺകൗണ്ടബിൾ ആണ്, വെതർ അൺകൗണ്ടബിൾ ആണ്, ഫർണിച്ചർ അൺകൗണ്ടബിൾ ആണ്, ഫുഡ് അൺകൗണ്ടബിൾ ആണ്, ഹോംവർക്ക് അൺകൗണ്ടബിൾ ആണ്, ഫ്ലോർ അൺകൗണ്ടബിൾ ആണ്. വികാരങ്ങളായിട്ടുള്ള ആങ്കറും സമാധാനം പീസും എക്സ്പീരിയൻസും ഫോർഗിവ്നെസ്സും സോറോയും ഹെയ്റ്റും ടൈമും സാഡ്നെസ്സും എഡ്യൂക്കേഷനും ഗ്രാമറും ഒക്കെ തന്നെ അൺകൗണ്ടബിൾ ആണ്. ചില അൺകൗണ്ടബിൾ നൗണിനെ പരിചയപ്പെട്ടു.
അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. ലഗേജും ബാഗേജും അൺകൗണ്ടബിൾ ആണ്. ഇപ്പൊ ഫർണിച്ചർ അൺകൗണ്ടബിൾ ആണ്, മ്യൂസിക് അൺകൗണ്ടബിൾ ആണ്, പക്ഷെ ചെയർ കൗണ്ടബിൾ ആണ്. ഇപ്പൊ അൺകൗണ്ടബിൾ നൗൺസ് സിംഗുലർ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നോക്കൂ, ദ ഫർണിച്ചർ ഇൻ ദിസ് ഹൗസ് നീഡ്സ് ടു ബി റീപ്ലേസ്ഡ്. ഇവിടെ നീഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നീഡ്സ് സിംഗുലർ ആണ്, എസ് ഫോം ഓഫ് ദ വെർബാണ് നീഡ് എന്നുള്ള വെർബിന്റെ. ഇവിടെ ഫർണിച്ചർ വന്നുകൊണ്ടാണ്, അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ദ അപ്പാരറ്റസ്, അതും എന്താണ്, അതും അപ്പാരറ്റസും കൗണ്ടബിൾ ആണ്. അപ്പൊ അവിടെ എന്ത് വേണം, അവിടെ വേണ്ടത് സിംഗുലർ വെർബാണ്, ഹാസ് വന്നു. ലഗേജ് അൺകൗണ്ടബിൾ ആണ്, അപ്പൊ അതിനൊപ്പം സിംഗുലർ വെർബാണ്, ഹാസ് വന്നു. അപ്പോ ഇത് മനസ്സിലായല്ലോ, അൺകൗണ്ടബിൾ നൗണിന്റെ ഒപ്പമാണ് ഇതൊക്കെ വരിക. ബട്ട് ദ ന്യൂസ് ആർ നോട്ട് ഗുഡ് എന്നല്ല, എസ് കണ്ടിട്ട് ആർ നോട്ട് ഗുഡ് എഴുതരുത്. ദ ന്യൂസ് ഈസ് നോട്ട് ഗുഡ്. മാത്തമാറ്റിക്സ് അൺകൗണ്ടബിൾ ആണ്, ഫിസിക്സ് അൺകൗണ്ടബിൾ ആണ്. എസ് കണ്ടിട്ട് അത് പ്ലൂറൽ ആണെന്നും വിചാരിക്കണ്ട. ഇപ്പൊ മാത്തമാറ്റിക്സ് എന്ത് മതി, ഈസ് മതി, ആറോ വേറൊന്നും വേണ്ട. ഓക്കെ, 9ാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ് ഓൺ ഇറ്റ്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഒരു സിംഗുലർ ക്വാണ്ടിറ്റിയാണ്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഏത് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടൈം. ആ ഗുഡ് ഡീൽ ഓഫ് ടൈം, എ ഗുഡ് ഡീൽ ഓഫ് വന്നതുകൊണ്ടാണ് അവിടെ. അത് സിംഗുലർ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് സിംഗുലർ വെർബൻ ഉപയോഗിക്കണം. അതുകൊണ്ട് ആം വരില്ല, ആര് വരില്ല. ബീൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് വരില്ല. അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, ഈസ് ആണ്. ഈ ഗുഡ് ഡീൽ ഓഫ് മാത്രമല്ല, നൺ ഓഫ്, ആൾ, എ ലോട്ട് ഓഫ്, ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്. പക്ഷെ അവരുടെ വെർബ് എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. എ ഗുഡ് ഡീൽ ഓഫ് കഴിഞ്ഞതിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ വന്നാൽ സിംഗുലർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഈസ് ആണ് വരിക. അടുത്ത് നെയ്തർ നോർ. നേരത്തെ നമ്മൾ പഠിച്ചു, നെയ്തർ നോർ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ, എയ്തർ ഓർ കൊണ്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹിസ് ബ്രദേഴ്സുമായിട്ടാണ് അവിടെ എഗ്രി ചെയ്യേണ്ടത്. ഹിസ് ബ്രദേഴ്സ് അത് പ്ലൂറലാണ്. അതുകൊണ്ട് ഈസ് പറ്റില്ല, ഹാസ് ബീൻ പറ്റില്ല. ഇനി ആറും ഹാവുമാണ് ഉള്ളത്. ആർ ഹാപ്പി, വികാരം കൊണ്ട് ഹാവ് ഹാപ്പി എന്ന് പറയില്ല. എന്തേ വരുള്ളൂ അവിടെ, ആർ ഹാപ്പി ആണ് കറക്റ്റ് ആൻസർ. ദ ക്വാളിറ്റി ഓഫ് ബാഡ്സ് ഡാഷ് നോട്ട് ഗുഡ്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണെന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ബാഡ്സ് ആണോ, ബാഡ്സിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, ബാഡ്സിന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സബ്ജക്റ്റ് ക്വാളിറ്റിയാണ്. സബ്ജക്റ്റ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സബ്ജക്റ്റ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ക്വാളിറ്റിക്ക് പ്ലൂറലൊന്നുമില്ല, സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. സിംഗുലർ ഉപയോഗിക്കുമ്പോൾ ആറും വേറും പറ്റില്ല. പക്ഷേ അവിടെ സിംഗുലർ ആയിട്ട് വാസ് ഉണ്ട്, വാസ് നോട്ട് ഗുഡ്. അടുത്ത വൺ ഓഫ് ദ മാൻ ഡാഷ് റീച്ച്ഡ് ടു ദ ടോപ്പ് മൗണ്ടൻ. ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. വൺ ഓഫ് ദക്ക് ശേഷം ഓർമ്മിച്ചോളൂ, വൺ ഓഫ് ദക്ക് ശേഷം ഇതേപോലെ തന്നെ പ്ലൂരൽ നൗണും സിംഗുലർ വെർബുമാണ്. നേരത്തെ പറഞ്ഞ അതേ ചോദ്യത്തിലുള്ളതുപോലെ വൺ ഓഫ് ദക്ക് ശേഷം പ്ലൂരൽ വെർബാണ്, പ്ലൂരൽ നൗണാണ്, സിംഗുലർ വെർബാണ്. അതുകൊണ്ട് ഇവിടെ വൺ ഓഫ് ദ മെൻ ഇവിടെ സിംഗുലർ ആയിരിക്കണം. ആ സിംഗുലർ ആകുമ്പോൾ ആറും വേറും ഹാവും പറ്റില്ല, ഇതൊക്കെ പ്ലൂരലാണ്. അതുകൊണ്ട് ഇവിടെ ഹാസ് ആണ് വരിക. വൺ ഓഫ് ദ മാൻ ഹാസ് റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. ഇനി താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ എവിടെയാണ് എറർ പറ്റിയതെന്ന് പറയും. ബോത്ത് രാജ്സ് ഫാദർ ആൻഡ് മദർ വാസ് ആംഗ്രി വിത്ത് ഹിം വെൻ ഹി ക്വാറൽഡ് വിത്ത് ഹിസ് സിസ്റ്റർ. ആദ്യം ബോത്ത് രാജ്സ് ഫാദർ ആൻഡ് മദർ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വാസ് ആംഗ്രി വിത്ത് ഹിം, ഇവിടെ മനസ്സിലാക്കുക ബോത്ത് വന്നാൽ പ്ലൂരലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് എവിടെയാണ് തെറ്റ്? ഈ വാസിന് പകരം വേറാണ് വേണ്ടിയിരുന്നത്, പ്ലൂരലാണ്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ബി ആണ്, മറന്നുപോണ്ട. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ബി ആണ്. എയ്തർ ദ പാരൻസ് ഓർ ദ ബോയ് ഡാഷ് ഇൻ ദിസ് അഫെയർ. അടുത്ത് വരുന്നത് എയ്തർ ദ പാരൻസ് ഓർ ദ ബോയ്. എയ്തറും ഓറും വരുമ്പോൾ സബ്ജക്റ്റ് അഗ്രി ചെയ്യേണ്ടത് രണ്ടാമത്തെ വെർബ് അഗ്രി ചെയ്യേണ്ടത് രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ്. ദ ബോയ് സിംഗുലറേ ഉള്ളൂ. അതുകൊണ്ട് ആർ ടു ബ്ലെയിമും വേർ ടു ബ്ലെയിമും വരാം. ഇനി ഈസ് ടു ബ്ലെയിമും വാസ് ടു ബ്ലെയിമുമാണ്. ഇതിപ്പോൾ നടന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണല്ലോ ദിസ് അഫെയർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ അഫെയർ.
അതുകൊണ്ട് അവിടെ ഈസ് ടു ബ്ലെയിം ആണ് വരിക. ഓക്കെ, അടുത്തത് ഷമീം ആസ് വെൽ ആസ് രഞ്ജിത്ത് ഡാഷ് ഗോയിങ് ടു ദ ലൈബ്രറി. നമുക്കറിയാം ആസ് വെൽ ആസ് കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റുമായിട്ടാണ് ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ് ദിസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത്. ഇവിടെ ആസ് വെൽ ആസ് ആണ്, ആസ് വെൽ ആസുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് ചോദ്യം നോക്കാം. ഷമീം ആസ് വെൽ ആസ് രഞ്ജിത്ത് ഡാഷ് ഗോയിങ് ടു ദ ലൈബ്രറി. ഇതാണ് വരുന്നത്. ഇവിടെ ആസ് വെൽ ആസ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. ഷമീമുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത്. ഷമീം സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് സിംഗുലർ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് പറ്റില്ല? ആറ് പറ്റില്ല, ഹാവ് പറ്റില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ ആം പറ്റില്ല, കാരണം അത് ഐനോടൊപ്പം വരിക. അതുകൊണ്ട് ഇവിടെ ഈസ് ആണ് കറക്റ്റ് ആൻസർ. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറസ്റ്റ് ക്രിറ്റിക് ഡാഷ് മൈ മദർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ രണ്ടാളുണ്ട് തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ ഒരാളേ ഉള്ളൂ. എൻ്റെ അടുത്ത സുഹൃത്തും കടുത്ത വിമർശകയും എൻ്റെ അമ്മ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടും ഒരാളാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറസ്റ്റ് ക്രിറ്റിക്, രണ്ടും ഒരാൾ തന്നെയാണ്, രണ്ടാളില്ല. ആൻഡ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പ്ലൂറൽ ആണെന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ വേറും ആറും പറ്റില്ല. പിന്നെ ഇതിപ്പോഴൊരു കാര്യമാണല്ലോ അല്ലേ? കുറെ കൂടി നോക്കുമ്പോൾ അതാണ് വാസ് മൈ മദർ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് ഈസ് മൈ മദർ എന്ന് പറയുന്നതാണ്. ആയിരുന്ന കാര്യമല്ല, ആയ കാര്യം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഈസ് ആണ്. ഇപ്പോൾ എപ്പോഴും ഓർക്കുക, സാധാരണയായി എ ക്രിക്കറ്റർ ആൻഡ് പൊളിറ്റീഷ്യൻ ഈസ് ഹോസ്റ്റിംഗ് എ കോമഡി ഷോ. എത്ര ആളുണ്ട് ഇവിടെ? ഒരാളേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇവിടെ ആറാണ് വേണ്ടതെന്ന്. ആറ് വേണ്ട. കാരണം ക്രിക്കറ്ററും പൊളിറ്റീഷ്യനും ഒരാൾ തന്നെയാണ്. ഒരു ഉദാഹരണത്തിന് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്യാറ്റ് ഇല്ല, ഒറ്റ ക്യാറ്റേ ഉള്ളൂ. കറുത്തതും വെളുപ്പ് നിറത്തിലും കറുപ്പും വെളുപ്പും നിറം കലർന്ന പൂച്ച. അതേസമയം എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്യാറ്റ്, ഇവിടുത്തെ ആർട്ടിക്കിൾ റിപ്പീറ്റ് ചെയ്താൽ, ഈ എ റിപ്പീറ്റ് ചെയ്താൽ ഇത് രണ്ടെണ്ണമായി. അപ്പൊ അവിടെ ആറ് വേണം. അതായത് ആർട്ടിക്കിളും നൗണും വെച്ചിട്ട് പിന്നെ വീണ്ടും നൗൺ ആൻഡ് നൗൺ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒറ്റ ആളേ ഉള്ളൂ. എ ക്രിക്കറ്റർ ആൻഡ് എ പൊളിറ്റീഷ്യൻ. നോക്കൂ, എ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ, നൗൺ ക്രിക്കറ്റർ, പിന്നെ ഒരു ആൻഡ് വന്നു, വീണ്ടും നൗൺ വന്നു, ഒറ്റ ആളേ ഉള്ളൂ. അപ്പൊ അവിടെ ഈസ് മതി. അതേസമയം ഇവിടെ നോക്കൂ, എ ക്രിക്കറ്റർ ആൻഡ് എ കൊമേഡിയൻ. എന്താ വ്യത്യാസം? എ ക്രിക്കറ്റർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ആർട്ടിക്കിൾ വന്നു, എന്നിട്ടാണ് ഒരു നൗൺ വരുന്നത്. അപ്പൊ രണ്ടാളായി. അപ്പൊ ഹാസ് പോരാ, അവിടെ എന്തെന്നെ വേണം? ഹാവ് തന്നെ വേണം. ഈ വ്യത്യാസം മനസ്സിലാക്കണം. ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെവറസ്റ്റ് ക്രിറ്റിക് ഈസ് മൈ മദർ. എന്തുകൊണ്ട്? ഇവിടെ മൈ ആവർത്തിച്ചില്ല. അങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യവുമില്ല. അപ്പൊ ഇങ്ങനെ ആർട്ടിക്കിൾ ആവർത്തിച്ചു വന്നാൽ, അതല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവേഴ്സ് ആയിട്ടുള്ള മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ എന്നുള്ളതൊക്കെ ആൻഡ് ഉപയോഗിക്കുമ്പോൾ ആവർത്തിച്ചു വന്നാൽ അത് രണ്ടാണ്, അല്ലെങ്കിൽ അത് ഒറ്റ സാധനമാണ്. അടുത്തത് $100 ഡാഷ് എ ഹൈ പ്രൈസ് ടു പേ. നിങ്ങൾ എപ്പോഴും ഇവിടെ $100 എന്നുള്ളത് പ്ലൂറലാണെന്ന് വിചാരിക്കേണ്ടത്. തുക ഒന്നിച്ചാണ് കാണുന്നത്. $100 എന്ന് പറയുന്നത് ഒരു വലിയ പൈസ കേട്ടോ, അല്ലേ? അപ്പൊ ആ $100 ഒന്നിച്ചാ കാണുന്നത്, ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അത് സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആറും ഹാവും പറ്റില്ല. പിന്നെ ഹാസ് പറ്റില്ലല്ലോ, ഹാസ് പൊസഷനെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഈസേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ്, പീരീഡ് ഓഫ് ടൈം, സംസ് ഓഫ് മണി എന്ന തുക, പീരീഡ് വരുമ്പോൾ, കാലം വരുമ്പോൾ, ഡിസ്റ്റൻസുകൾ വരുമ്പോൾ, മണി വരുമ്പോൾ, ക്വാണ്ടിറ്റി വരുമ്പോൾ, മെഷർമെന്റ് വരുമ്പോൾ, അതൊക്കെ ഒരൊറ്റ യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾ സിംഗുലർ ആയിട്ട് കാണണം അതിനെ. 3 മൈൽസ് എന്നുള്ളത് ടു ഫാർ ടു വാക്ക്. 3 മൈൽ എന്ന് പറഞ്ഞാൽ നടക്കാൻ കുറച്ചുണ്ട് കേട്ടോ. 3 മൈലിനെ ഒന്നിച്ചാ കാണുന്നത്.
5 years is the maximum sentence for that offense. ഓ, ആ കുറ്റത്തിന് ഒരു ശിക്ഷ എന്ന് പറയുന്നത് മാക്സിമം 5 വർഷം കേട്ടോ. ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് 5 വർഷത്തെ കാണുന്നത്. ആ 5 years കണ്ടിട്ട് പ്ലൂറൽ ആവേണ്ട, അത് ഒറ്റ യൂണിറ്റാണ്. പക്ഷെ ഇവിടെ നോക്കൂ, $10 ഈസ് എ ഹൈ പ്രൈസ് ടു പേ. ഓ, $10 ഒക്കെ ഒത്തിരി കൂടുതലാട്ടോ. അവിടെ $10 ഒറ്റ യൂണിറ്റ് ആയിട്ടാണ്. ബട്ട് $10 were scattered on the floor. $10 തറയിൽ ചിതറി കടന്നു. അവിടെ $10 ഒന്നിച്ചല്ല കാണുന്നത്, അത് ചതറി കിടക്കുകയാണ്. അതുകൊണ്ട് കണ്ടു അവിടെ വേറാണ്. അപ്പൊ എപ്പോഴൊക്കെ ഡിസ്റ്റൻസ്, പീരീഡ് ഓഫ് ടൈം, സംസ് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെന്റ് ഒറ്റ യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നു, നിങ്ങൾ അതിനെ സിംഗുലർ ആയിട്ട് കാണണം, സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അടുത്ത കറക്റ്റ് ദ സെന്റൻസ്. ഈച്ച് ഓഫ് ദ ബോയ്സ് വെർ ഗിവൺ എ പെൻ. ഇത് തെറ്റുണ്ട്, സെന്റൻസ് കറക്റ്റ് ആവണം എന്നാണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ആർ ഗിവൺ എ പെൻ. ഈ സെന്റൻസ് തെറ്റാ. ഈച്ച് ഓഫിന് ശേഷം വൺ ഓഫ് ദ പറഞ്ഞില്ലേ, അതുപോലെ ഈച്ച് ഓഫ് ദക്ക് ശേഷം പ്ലൂരൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. പ്ലൂരൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. അപ്പോ ഈച്ച് ഓഫ് ദ, അവിടെ ഈച്ച് ഓഫ് ദ ബോയ്സ് കറക്റ്റ് ആണ്, പ്ലൂരൽ നൗൺ ആണ്, പക്ഷേ വെർബ് സിംഗുലർ അല്ല, അതുകൊണ്ട് അത് പറ്റില്ല. ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പെൻ. അവിടെ ഈച്ച് ഓഫ് ദ ബോയ്സ്, ഈച്ച് ഓഫ് ദക്ക് ശേഷം പ്ലൂരൽ നൗൺ ആണ്, സിംഗുലർ വെർബാണ്, ഓക്കെ ആണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഗിവ് എ പെൻ. അവിടെ നോക്കൂ, ഇത് പാസീവ് വോയിസ് ആണ്. എല്ലാ കുട്ടികൾക്കും ഓരോ പേന കൊടുത്തു. പാസീവ് വോയിസിൽ എപ്പോഴും വെർബിന്റെ തേർഡ് ഫോമാ വരിക. ഇവിടെ തേർഡ് ഫോം അല്ല, അതുകൊണ്ട് തന്നെ അത് വെട്ടി. പാസീവ് വോയിസിൽ തേർഡ് ഫോമാ വരിക. പിന്നെ അവിടെ വാസ് വേണം, അതൊന്നും നോക്കണ്ട, അല്ലെങ്കിൽ ഈസ് വേണം. ഇവിടെ തേർഡ് ഫോം അല്ല, വെർബിന്റെ തേർഡ് ഫോം അല്ല, ഗിവ് ആണ് തന്നിട്ടുള്ളത്. പാസീവ് വോയിസിൽ എപ്പോഴും തേർഡ് ഫോമാ വരിക. എന്താ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ? പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ആ വെർബ് പെർഫോം ചെയ്യുന്ന ആളെ വെച്ച് തുടങ്ങുന്നതാണ്. ഇപ്പൊ ഐ ഗിവ് എ പെൻ ടു ദ ബോയ്സ്. ഞാൻ ആ കുട്ടികൾക്ക് ഒരു പേന് കൊടുത്തു. ഇവിടെ ഗിവ് നൽകുന്ന ആരാ? ഞാനാ. അപ്പൊ ഞാനാണ് പെർഫോം ചെയ്യുന്നത്, അത് ആക്റ്റീവ് വോയിസ് ആണ്. അതേസമയം ബോയ്സ് വേർ ഗിവൺ, നോക്കൂ, ബോയ്സ് വെച്ച് തുടങ്ങുന്നതാ. അപ്പൊ ബോയ്സ് അല്ല കൊടുത്തത്, ബോയ്സിന് കിട്ടുക ചെയ്യണത്. അങ്ങനെ വരുമ്പോഴാണ് പാസീവ് വോയിസ്. അങ്ങനെ പാസീവ് വോയിസ് വന്നാൽ അതിലെ വെർബിന്റെ ഫോം തേർഡ് ഫോം ആയിരിക്കും. ഇവിടെ ഗിവൺ ആണ് വേണ്ടത്, പക്ഷെ ഗിവ് ആണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് വേർ ഗിവൺ എ പെൻസ്. ഇവിടെ നോക്കൂ, ഇവിടെ ഈച്ച് ഓഫ് ദ ബോയ് വാസ് ഗിവൺ എ പെൻ, കുഴപ്പമില്ല. ഇവിടെ രണ്ട് തെറ്റാണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് കഴിഞ്ഞിട്ട് വേർ പറ്റില്ല, വാസ് തന്നെ വേണം. ഗിവൺ എ പെൻസ് പറ്റില്ല, എ പെൻസ് എന്ന് പറഞ്ഞാൽ ശരിയല്ല. അങ്ങനെ പറയൂ? ഇല്ല. ഇനി ഇതൊന്നും വേണ്ട. എവരി വൺ, എവരിബഡി, എവരിതിങ്, ഇതൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകളാണ് എന്ന് നമുക്ക് തോന്നും. അല്ല. അതുകൊണ്ട് തന്നെ എവരി വണ്ണിനും എവരിബഡിക്കും എവരിതിങ്ങിനും ശേഷം നിങ്ങൾക്ക് പ്ലൂറൽ ഉപയോഗിക്കാൻ തുടങ്ങും. അല്ല, ഇത് സിംഗുലർ ആണ് എപ്പോഴും. എവരി വണ്ണും എവരിബഡിക്കും എവരിതിങ്ങിനൊക്കെ ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇത് തന്നെയാണ് ഈച്ചിന്റെ കേസും. ഓക്കെ, പ്ലൂറൽ വേർഡ് ഉണ്ടായിരിക്കും അതിന്റെ ഒപ്പം. ഈച്ച് ഓഫ് ദ ബോയ്സ് കണ്ടോ, ഒരു പ്ലൂറൽ. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്നൊക്കെ കണ്ടിട്ട് ആ സ്റ്റുഡൻസ് കണ്ടിട്ട് നിങ്ങൾ നിൽക്കരുത്, ഈച്ച് വെച്ച് നിൽക്കണം. ഈച്ച് എപ്പോഴും സിംഗുലർ ആയിരിക്കും. 70 kilos dash not what they want. ഇവിടെ 70 kilos ഒന്നിച്ചാണ്. 70 കിലോ അല്ല അവർക്ക് വേണ്ടിയിരുന്നത്, ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ്. മെഷർമെന്റ്, വെയിറ്റ്, ഇതൊക്കെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണുമ്പോൾ സിംഗുലർ ആയി കാണണം. അതുകൊണ്ട് സിംഗുലർ ആവണം. അതുകൊണ്ട് ആറോ ഹാവോ പറ്റില്ല. ഹാസ് പൊസിഷനെ കാണിക്കുന്നതാണോ? അതും പറ്റില്ല. ഐ ഹാവ് എ കാർ, ഹി ഹാസ് എ പെൻ എന്നൊക്കെ പറയണത് പോലെ. അതുകൊണ്ട് ഇവിടെ ഈസ് ആണ് കറക്റ്റ്. ഈസ് നോട്ട് വാട്ട് ദേ വാണ്ട്. ഇതൊക്കെ 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിൽ നിന്നുള്ള റൂൾസുമാണ് പറഞ്ഞത്. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് പറയൂ.